മറ്റൊരു വാർത്തയിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മുഴം മുന്നേറിഞ്ഞ് കോൺഗ്രസ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കെ ശബരിനാഥൻ കവടിയാർ വാർഡിൽ UDFിന്റെ മേയർ സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷേ നമുക്ക് അറിയുന്നതിനും അപ്പുറം നല്ല ഈടുറ്റ നല്ല കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുൻ MLA കൂടിയായ കെ ശബരിനാഥനെ കവടിയാർ മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചിരിക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് കോൺഗ്രസ് നടത്തി. മറ്റുള്ള രാഷ്ട്രീയ കക്ഷികളെ ചെറിയ രീതിയിൽ ഞെട്ടിച്ചു ഇവരുടെ പ്രഖ്യാപനം എന്ന് വേണം പറയാൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരിച്ചുവരവ് നടത്താൻ പ്രമുഖരെയും യുവാക്കളെയും പരിഗണിക്കണമെന്ന AICC നിർദ്ദേശം ഉൾക്കൊണ്ടാണ് കെ ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വം. ശബരിനാഥൻ താമസിക്കുന്ന ശാസ്തമംഗലം വാർഡ് വനിതാ സംവരണമായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാറിൽ മത്സരിക്കുന്നത്. 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ മുൻ MLA ശ്രീ കെ ശബരിനാഥ് അദ്ദേഹം ഈ പ്രമുഖ സ്ഥാനാർത്ഥിയായിട്ട് കവടിയാറിൽ മത്സരിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജോൺസൺ ജോസഫ് ഉള്ളൂരിൽ മത്സരിക്കും. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണവി സുരേഷ് മുട്ടട വാർഡിൽ മത്സരിക്കും. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമുന്നയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നീതു വിജയൻ വഴുതക്കാട് വാർഡിൽ മത്സരിക്കും. പ്രചരണത്തിന്റെ ഭാഗമായി 101 വാർഡുകളിലും കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ ജാഥ നാളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. 10 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത്. ഇതിൽ 8 കോൺഗ്രസിന്റെ സീറ്റുകൾ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.